സമ്മറൊക്കെ ആകുമ്പോഴും ഞാൻ ഏകദേശം പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കുന്നത് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവർക്കാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അങ്ങ് വിശപ്പ് അടങ്ങത്തില്ല. ജ്യൂസൊക്കെ കുടിച്ചാലും പറയും വിശക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഒന്നുമില്ല. ഫ്രിഡ്ജ് മൊത്തത്തിൽ അങ്ങ് കാലി. ആകെ ഇരിപ്പുള്ളത് ഒരു 3-4 പീസോളം ബ്രെഡും അതുപോലെ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണ്ടേ? ആദ്യം വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇതിനുള്ളിലോട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാം. പിന്നെ ഈ നൂഡിൽസൊക്കെ വേവിച്ചെടുക്കണ്ടേ, അപ്പോൾ അതൊക്കെ മടിച്ചിട്ട് അതങ്ങ് സ്കിപ്പ് ചെയ്തു. പിന്നെ കുറച്ച് മുട്ട നമ്മളിങ്ങനെ ഓംലെറ്റ് ഒക്കെ ആക്കിയില്ലേ, അതുപോലെ കുറച്ച് സവാളയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓംലെറ്റ് ആക്കി എടുക്കുന്ന പോലെ എടുത്തെടുത്തു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് മെനക്കെട്ട് ചിന്തിച്ചിട്ട് ചെയ്യാവുന്നവർക്ക് നല്ല അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നെപ്പോലെ മടി പിടിച്ചവർക്കുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഒരു പാനിലോട്ട് ആദ്യം ഓംലെറ്റ് ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ സൈഡൊന്നും കളഞ്ഞില്ല. നമുക്ക് 4-5 പീസ് ബ്രെഡേ ഉള്ളൂ. അതിൻ്റെ സൈഡും കൂടി കളഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും? നമ്മൾ തന്നെ കഴിക്കുന്നതല്ലേ, ആർക്കെങ്കിലും കൊടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെയറും കൂടെ നമ്മുടെ മുട്ടയും പാലുമാണ്, വെറും മുട്ട മാത്രമല്ല, മുട്ടയിൽ നന്നായിട്ട് തിളപ്പിച്ച പാലും കൂടെ ഒഴിച്ചിട്ടാണ് മിക്സാക്കിയത്. അപ്പോൾ അങ്ങനെ ആയാലും മാത്രമേ ഇത്ര തരത്തിൽ നമുക്ക് ലൂസായിട്ട് കിട്ടത്തുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് ഇതാ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. പിന്നെ അടിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നന്നായിട്ട് എണ്ണയും കൂടെ തൂക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതുപോലെ കടിച്ചാലും പിടിച്ചാലും ഒന്നും കിട്ടത്തില്ല. ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. കാണുമ്പോൾ തന്നെ നല്ല കളറൊക്കെ ഇല്ലേ, കളർ ഫുള്ളല്ല ഉള്ളൂ. അതിന് നമുക്ക് മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ മസാലയൊക്കെ ചേർക്കാം. ചൂട് കാലത്ത് മസാലയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ എടുത്ത് അങ്ങ് ടേസ്റ്റ് നോക്കി കേട്ടോ. പക്ഷെ നല്ല കുരുമുളക് പൊടിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ അടിച്ച് കയറുകയാണ് വായിലോട്ടെ. അങ്ങനെ 4-5 പീസ് നമ്മൾ ഭംഗിയായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു തിക്ക് ലെയറായിട്ട് കയ്യിൽ കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ കോഫിയോ, അപ്പം ഞങ്ങൾ ഇന്ന് എടുത്തത് കോഫിയാണ്. കോഫിയുടെ കൂടെയൊക്കെ കഴിക്കുക നല്ല അടിപൊളി സ്നാക്കാണ്. പിന്നെ പിള്ളേർക്ക് അത്യാവശ്യം വയറ് നിറയാന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ വയറ് നന്നായിട്ട് നിറയും. പിന്നെ പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കില്ല വിശക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ആഡ് ചെയ്യാവുന്നതാണ്.